കാടിറങ്ങുമ്പോൾ. രചന ആലാപനം സുരേഷ് മൂക്കന്നൂർ. കാടിറങ്ങുമ്പോൾ മനുഷ്യവംശം ആദ്യമായി ജീവിച്ച സ്ഥലമാണ് കാട്. നമ്മുടെ ആദിമഗേഹമാണ് കാട്. ആ കാടിൽ നിന്ന് നമ്മൾ നാട്ടിലേക്ക് ഇറങ്ങി വന്ന് ഇന്ന് എല്ലാം മലിനമായി, വെള്ളവും മണ്ണും വായുവും ഒക്കെ മലിനമാകുമ്പോൾ നമ്മൾക്ക് ആകെ ആഗ്രഹിക്കാവുന്നത് ഈ കാടിൻ്റെ മടിയിൽ തിരിച്ചു ചെന്ന് കാരുണ്യം സ്വീകരിക്കുക. അതൊരു വലിയ അനുഭവമാണ്. ആ അനുഭവത്തിൻ്റെ ആനന്ദത്തിലാണ് മനുഷ്യർ ഇന്ന് നഗരങ്ങളിലും അതുപോലെ പട്ടണങ്ങളിലൊക്കെ ജീവിക്കുന്നത്. കാടൻ്റെ ഓർമ്മയിൽ കാത്തുവച്ചേ നാട്ടിലലസമായി സഞ്ചരിക്കെ, കാടിൻ്റെ ആദിമ ജീവലോകം നാനാവിധത്തിൽ ക്ഷയിപ്പതോർക്കെ, എത്രയോ കാലമെൻ പൂർവികന്മാർ സ്വച്ഛമായി ജീവിച്ച കാടകങ്ങൾ, കാടൻ്റെ ഓർമ്മയിൽ കാത്തുവച്ചേ നാട്ടിലലസമായി സഞ്ചരിക്കെ, കാടിൻ്റെ ആദിമ ജീവലോകം നാനാവിധത്തിൽ ക്ഷയിപ്പതോർക്കെ, എത്രയോ കാലമെൻ പൂർവികന്മാർ സ്വച്ഛമായി ജീവിച്ച കാടകങ്ങൾ, ഒന്നും വിതയ്ക്കാതെ കായ്കനികൾ തിന്ന് സുഭിക്ഷമായി വാണകാലം, പാറ പിളർന്നുവരും തെളിനീർ പ്രാണനെ പാലിച്ചിരുന്ന കാലം, ഘോര കാന്താര തമോപടലം കീറിമുറിച്ചു വരും വെളിച്ചം, കാത്തു സൂക്ഷിക്കും കെടാവിളക്ക് കാണാം സ്മൃതികൾ തുറന്നു ചെന്നാൽ, ഒന്നും വിതയ്ക്കാതെ കായ്കനികൾ തിന്നു സുഭിക്ഷമായി വാണകാലം, പാറ പിളർന്നുവരും തെളിനീർ പ്രാണനെ പാലിച്ചിരുന്ന കാലം, ഘോര കാന്താര തമോപടലം കീറിമുറിച്ചു വരും വെളിച്ചം, ഘോര കാന്താര തമോപടലം കീറിമുറിച്ചു വരും വെളിച്ചം, കാത്തു സൂക്ഷിക്കും കെടാവിളക്ക് കാണാം സ്മൃതികൾ തുറന്നു ചെന്നാൽ. സർവം മലിനമായി സർവം മലിനമായി ജീവിതത്തിൽ സർവസ്വവും നഷ്ടമായി പോകെ, കാടിൻ മടിയിൽ തിരിച്ചു ചെന്ന് കാരുണ്യമിത്തിരി സ്വീകരിക്കാൻ കാത്തു കഴിയുന്നൊരെൻ്റെ ചിത്തം കാഴ്ച ബംഗ്ലാവായി മാറും വീട്ടിൽ. സർവം മലിനമായി ജീവിതത്തിൽ സർവസ്വവും നഷ്ടമായി പോകെ, കാടിൻ മടിയിൽ തിരിച്ചു ചെന്ന് കാരുണ്യമിത്തിരി സ്വീകരിക്കാൻ കാത്തു കഴിയുന്നൊരെൻ്റെ ചിത്തം കാഴ്ച ബംഗ്ലാവായി മാറും വീട്ടിൽ. കാടൻ്റെ ഓർമ്മയിൽ കാത്തുവച്ചേ നാട്ടിലലസമായി സഞ്ചരിക്കെ, കാടിൻ്റെ ആദിമ ജീവലോകം നാനാവിധത്തിൽ ക്ഷയിപ്പതോർക്കെ, കാടിൻ്റെ ആദിമ ജീവലോകം നാനാവിധത്തിൽ ക്ഷയിപ്പതോർക്കെ.